നമസ്കാരം. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. തൃശൂർ കുന്നംകുളത്ത് യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. 2023 ഏപ്രിൽ 5 നടന്ന കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത് കോടതിയുടെ സുപ്രധാന ഇടപെടലിലൂടെയാണ്. സുഹൃത്തിനെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിനാണ് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് VS-നെ പോലീസ് മർദ്ദിച്ചത്. ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പോലീസിനെതിരെ കടുത്ത പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസും ഉയർത്തുന്നത്. ഇത് പോലീസോ ഗുണ്ടകളോ എന്ന് ചോദിച്ച് മൂക്കത്ത് വിരൽ വെക്കുന്നു കേരളം. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് VS-നെ പോലീസ് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുവരുന്നതും കൂട്ടം കൂടി മർദ്ദിക്കുന്നതുമായ ദൃശ്യങ്ങൾ. സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത് കാര്യം തിരക്കിയതാണ് മൂന്നാം മുറയ്ക്ക് പിന്നിൽ. SI നുഹ്മാൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവർ വളഞ്ഞിട്ട് മർദ്ദിക്കുകയുമായിരുന്നു. വ്യാജ FIR ഉണ്ടാക്കി സുജിത്തിനെ ജയിലിലടയ്ക്കാനായിരുന്നു നീക്കം. സുജിത് നടത്തിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പോലീസുകാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് കുന്നംകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സേനാതലത്തിൽ നടപടിയെടുത്തിരുന്നു എന്നാണ് തൃശൂർ റേഞ്ച് DIG R ഹരിശങ്കറിന്റെ പ്രതികരണം. ആ എൻക്വയറി നടന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായി കണ്ട ആൾക്കാർക്കെതിരെ ശിക്ഷ നൽകിയിട്ടുള്ളതായിട്ടാണ് രേഖകളിൽ കാണുന്നത്. രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കളും രംഗത്ത്. കാക്കി ഉടുപ്പ് ധരിച്ച ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന കുറ്റകരമായ നിലപാടാണ് കേരള മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാകുമെന്നാണ് സൂചന. സൂരജ് സജി, 24 തൃശൂർ. ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലി മുന്നണികളുടെ ചേരിപ്പോര്. സംഗമത്തിൽ പങ്കെടുക്കേണ്ടെന്ന് UDF തീരുമാനിച്ചപ്പോൾ ബദൽ സംഗമ നീക്കത്തിലാണ് BJP. വിശ്വാസികൾക്കൊപ്പമാണ് CPIM എന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചു. സംഗമത്തിന്റെ നടത്തിപ്പിൽ സുതാര്യത ഇല്ലെന്ന് ഹൈക്കോടതി വിമർശിച്ചു. വിശ്വാസികളുമായി ബന്ധപ്പെട്ട പരിപാടി എന്ന നിലയിൽ ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുമെന്ന് പറയാൻ UDF തയ്യാറല്ല. അതേസമയം മുന്നണി നേതാക്കൾ ആരും സംഗമത്തിൽ പങ്കെടുക്കില്ല. അല്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് ഈ കപട അയ്യപ്പ ഭക്തിയും അതിൻ്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഈ മാസം 20-ന് പമ്പയിൽ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഈ മാസം 22-ന് പന്തളത്ത് വിശ്വാസ സംഗമം സംഘടിപ്പിക്കാനാണ് സംഘപരിവാർ സംഘടനകളുടെ തീരുമാനം. ഈ വരുന്ന 22-ാം തീയതി പന്തളം കേന്ദ്രീകരിച്ചുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമഗ്രമായ ഒരു സംഗമം നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. വർഗീയതയ്ക്കെതിരായിരിക്കും ആഗോള അയ്യപ്പ സംഗമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPIM വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, വിശ്വാസികൾക്കൊപ്പമാണ്. ഇന്നലെയുമാണ്, ഇന്നുമാണ്, നാളെയുമാണ്. താത്തി അവരോടത്ത് ഞാനിപ്പോൾ പോയിട്ടില്ല. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിൽ സുതാര്യതയില്ലെന്ന് ഹൈക്കോടതി വിമർശിച്ചു. അയ്യപ്പന്റെ പേരിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പണം പിരിക്കുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണമെന്ന് കോടതി പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം തടയണം എന്ന ഹർജിയിലാണ് നിരീക്ഷണം. 24 തിരുവനന്തപുരം. പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. 2024 ഡിസംബർ വരെ ഇന്ത്യയിലെത്തിയ മുസ്ലിം ഇതര വിഭാഗക്കാർക്ക് രാജ്യത്ത് തുടരാം. നേരത്തെ 2014 ഡിസംബർ വരെ എത്തിയവർക്കായിരുന്നു ഇളവ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഇളവ്. 2019 പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമപ്രകാരം 2014 ഡിസംബർ 31 മുമ്പ് വന്നവർക്കായിരുന്നു പൗരത്വം നൽകാൻ നിശ്ചയിച്ച സമയപരിധി. ഈ സമയപരിധിയിൽ 10 വർഷത്തെ ഇളവ് കൂടി നൽകിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയത്. തിങ്കളാഴ്ച ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയ വിജ്ഞാപന പ്രകാരം 2024 ഡിസംബർ 31 വരെ അയൽ രാജ്യങ്ങളിൽ നിന്നും വന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൗരത്വത്തിന് അപേക്ഷ നൽകാം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് മതപരമായ പീഡനം മൂലം ഇന്ത്യയിൽ അഭയം തേടിയ ഹിന്ദുക്കൾ, സിഖുകാർ, ജൈനർ, ക്രിസ്ത്യൻ വിഭാഗക്കാർക്ക് പുതിയ തീരുമാനം ആശ്വാസമാകും. പുതിയ ഇളവ് പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്ക് പാസ്പോർട്ടോ യാത്രാരേഖകളോ ആവശ്യമില്ല. ബംഗ്ലാദേശിൽ അടുത്തിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സമയപരിധിയിൽ ഇളവ് നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമെന്നാണ് സൂചന. ബീഹാർ, പശ്ചിമബംഗാൾ, അസം സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് നിർണായക നടപടി. 24 ഡൽഹി. ഇനി ഓണവിശേഷങ്ങളിലേക്കാണ്. ഓണം പൊന്നോണം.
തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. ഉത്രാടപ്പാച്ചിൽ നാളെയാണെങ്കിലും വിപണി ഇതിനോടകം തന്നെ സജീവമാണ്. കോഴിക്കോട് നിന്നും സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കള്ളവുമില്ല, ചതിയുമില്ല, വഞ്ചനയില്ല. വമ്പിച്ച വില കുറവിലിട്ടോ ഓണം പ്രമാണിച്ച് ഡിസ്കൗണ്ട് മേള കോഴിക്കോടിന്റെ നഗരവീതിയിലൂടെ. കെങ്കേമമായ സദ്യയും പുത്തൻ പുടവകളുമാണ് ഓണാഘോഷത്തിന്റെ നിറവ്. അതിനുള്ള ഒരുക്കങ്ങളാണ് എങ്ങും. ഉത്രാടത്തിനു മുമ്പേ ഉത്രാടപ്പാച്ചിലാണ് മലയാളികൾ. പൂരാടം നാളിൽ തന്നെ ഓണവിപണി സജീവം. പല വ്യഞ്ജനങ്ങളും പച്ചക്കറിയും ഓണക്കോടിയും എടുക്കുന്ന തിരക്ക്. ചുരിദാർ വാങ്ങി, കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, ഏട്ടനെടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഇനി പൂക്കൾ വാങ്ങാണ്ട് ഷോപ്പിംഗ് തുടർന്നുകൊണ്ടിരിക്കും. പച്ചക്കറി ഇന്നലെ വന്ന് വാങ്ങിച്ചു. സംസ്ഥാനത്തെ പ്രധാന കേന്ദ്രങ്ങളിൽ എന്ന പോലെ കോഴിക്കോട് മിഠായി തെരുവിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പറയുമ്പോൾ രണ്ടാമത്തെ ദിവസം മുമ്പ് 2 ദിവസം മുമ്പേ ആണല്ലോ, എന്നിട്ട് പോലും ഉണ്ട്, സജീവമാണെല്ലാം. അടിപൊളിയാണ് ഓണത്തിന്റെ പാച്ചിലെന്ന് പറയാം. പൂവിപണിയും സജീവം. പൂരാട നാളിൽ പൂരത്തിരക്ക് എന്നൊരു ചൊല്ലുണ്ട്. ഈ തിരക്ക് തന്നെയാണ് ആ ചൊല്ലിന് കാരണം. വ്യാപാര സ്ഥാപനങ്ങളിലും വഴിയോരങ്ങളിലും തിരക്കേറുകയാണ്. കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് അനൂപിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. നിരക്ക് പരിഷ്കരണം ചർച്ച ചെയ്യുന്ന നിർണായക GST കൗൺസിൽ യോഗം ഡൽഹിയിൽ തുടങ്ങിയിരിക്കുന്നു. ദീപാവലി സമ്മാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച 12%, 28% നികുതി സ്ലാബുകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേരുന്ന 56ാം GST കൗൺസിൽ യോഗത്തിന്റെ പ്രധാന അജണ്ട. നിർദ്ദേശം കൗൺസിൽ അംഗീകരിച്ചാൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയും. പരിഷ്കാരം നികുതി വരുമാനം ഗണ്യമായി ഇടിക്കുമെന്ന ആശങ്ക പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ യോഗത്തിൽ അറിയിച്ചു. വരുമാന നഷ്ടം നികത്താൻ പാക്കേജ് വേണമെന്ന് കേരളം ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നു. ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പ്രീമിയത്തിലുള്ള 18% GST ഒഴിവാക്കണമെന്ന നിർദ്ദേശവും 2 ദിവസത്തെ കൗൺസിൽ യോഗം പരിഗണിക്കുന്നുണ്ട്. തിരുവല്ലയിൽ AIGയുടെ സ്വകാര്യ വാഹനം അപകടത്തിൽപ്പെട്ട കേസിൽ FIRൽ മാറ്റം വരുത്താനൊരുങ്ങി പോലീസ്. വിചിത്ര FIR സംബന്ധിച്ച മാധ്യമ വാർത്തകൾക്ക് പിന്നാലെയാണ് നടപടി. വാഹനമോടിച്ച പോലീസ് ഡ്രൈവറെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി റിപ്പോർട്ട് ഉടൻ കോടതിയിൽ കൈമാറും. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 30-നാണ് തിരുവല്ലയിൽ AIG വിനോദ് കുമാർ സഞ്ചരിച്ച സ്വകാര്യ വാഹനം അതിഥി തൊഴിലാളിയെ ഇടിച്ചിട്ടത്. വിനോദ് കുമാറിന്റെ സ്വകാര്യ കാർ ഓടിച്ചത് പോലീസ് ഡ്രൈവർ തന്നെയായിരുന്നു. പോലീസ് ഡ്രൈവറെ പ്രതി ചേർക്കാതെ അപകടത്തിൽ പരിക്കേറ്റ കാൽനട യാത്രക്കാരനെ പ്രതിയാക്കി പോലീസ് FIR ഇടുകയായിരുന്നു. തിരുവല്ല പോലീസിന്റെ ഒത്തുകളി പുറത്തു വന്നതോടെയാണ് FIRൽ മാറ്റം വരുത്താനുള്ള നീക്കം. AIGയുടെ സ്വകാര്യ വാഹനം ഓടിച്ച പോലീസ് ഡ്രൈവറെ പ്രതി ചേർത്ത് ഉടൻ കോടതിയിൽ റിപ്പോർട്ട് നൽകും. തിരുവല്ല പോലീസ് നടത്തിയ ഒത്തുകളിയിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നുണ്ട്. സംഭവത്തിൽ 2 ദിവസത്തിനകം SP-ക്ക് റിപ്പോർട്ട് നൽകും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ജില്ലാ പോലീസ് മേധാവിയുടെ തീരുമാനം. അപകടത്തിൽ പരിക്കേറ്റ ഹോട്ടൽ തൊഴിലാളിയായ നേപ്പാൾ സ്വദേശി തിരുവല്ലയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 24 പത്തനംതിട്ട. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിന്റെ മിനിറ്റ്സ് VC ഇടപെട്ട് തിരുത്തിയെന്ന ആരോപണവുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്ത്. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട മിനിറ്റ്സിലെ പരാമർശത്തിന് എതിരെയാണ് ഇടതംഗങ്ങൾ രംഗത്തെത്തിയത്. ഇതിനിടെ സർവകലാശാലയിൽ പുതിയ രജിസ്ട്രാർ ഇൻചാർജിനെ നിയമിച്ചതിന് പിന്നാലെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ അവധിയിൽ പോയി. വ്യക്തിപരമായ കാരണങ്ങളാൽ ഈ മാസം 20 വരെയാണ് അവധി ആവശ്യപ്പെട്ടത്. എന്നാൽ സസ്പെൻഷനിലുള്ള വ്യക്തിക്ക് അവധി എന്തിന് എന്ന് പരിഹസിച്ച് VC അവധി നിഷേധിച്ചു. കനത്ത മഴയിൽ ഡൽഹിയിലെ താഴ്ന്ന മേഖലകൾ വെള്ളക്കെട്ടിൽ. നിരവധി വീടുകളിൽ വെള്ളം കയറി. ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ജമ്മുകശ്മീർ എന്നിവിടങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ഡൽഹിയിൽ യമുന നദിയുടെ ജലനിരപ്പ് അപകടനിലയ്ക്കും മുകളിലാണ്. തീരത്തുള്ളവരെ മയൂർ വിഹാറിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. താഴ്ന്ന മേഖലകൾ വെള്ളക്കെട്ടിലാണ്. നിരവധി വീടുകളിൽ വെള്ളം കയറി. ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിലെ സുന്ദർ നഗറിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. നിരവധി വീടുകൾക്ക് കേടുപാടുകളുണ്ടായി. 15ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ജൂൺ 20 മുതലുള്ള കണക്കനുസരിച്ച് മഴക്കെടുതിയിൽ ഹിമാചലിൽ 340 പേരാണ് മരിച്ചത്. മഴക്കെടുതി രൂക്ഷമായ പഞ്ചാബിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളെ സന്ദർശനം നടത്തും. ഛത്തീസ്ഗഡിൽ അണക്കെട്ട് തകർന്ന് 4 പേർ മരിച്ചു. ലുത്തിയ ഡാമിന്റെ ഒരു ഭാഗമാണ് തകർന്നത്. 3 പേരെ കാണാതായി. ജയ്പൂരിൽ SMS ആശുപത്രിയിൽ വെള്ളം കയറി. തുടർച്ചയായ മഴയിൽ ജമ്മു കശ്മീരിൽ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. യമുന നദി കരകവിഞ്ഞതോടെ ഡൽഹിയിലെ താഴ്ന്ന മേഖലകളെല്ലാം വെള്ളക്കെട്ടിലാണ്. യമുന ഘട്ടിൽ നിന്നടക്കമുള്ള
നിരവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഡൽഹിയിൽ ഉൾപ്പെടെ മഴ ഇനിയും ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഡൽഹിയിലെ യമുനാഘട്ടിൽ നിന്നും ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സംഭവത്തിൽ പരാതിക്കാരി സുമയ്യ വിദഗ്ധ സമിതിക്ക് മുന്നിൽ ഹാജരായി. ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകൾ വിദഗ്ധ സമിതിക്ക് മുൻപാകെ സമർപ്പിച്ചു. വിപുലീകരിച്ച സമിതിയാണ് നിലവിൽ ചികിത്സാ പിഴവ് അന്വേഷിക്കുന്നത്. സുമയ്യയും കുടുംബവും മെഡിക്കൽ ബോർഡിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധ സമിതി മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയത്. ആരോപണ വിധേയനായ ഡോക്ടറും വിപുലീകരിച്ച വിദഗ്ധ സമിതിക്ക് മുന്നിൽ ഹാജരായി. സുമയ്യ പോലീസിന് നൽകിയ പരാതി കന്റോൺമെന്റ് ACP അന്വേഷിക്കും. മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ വ്യാജ പീഡന കേസിൽ അധ്യാപകന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി CPIMന്റെ ദേവികുളം MLA ആയിരുന്ന S രാജേന്ദ്രൻ. ആനന്ദ് വിശ്വനാഥിനെതിരായ പരാതിയിൽ പാർട്ടിക്കോ തനിക്കോ ബന്ധമില്ല. വിദ്യാർത്ഥികൾ അധ്യാപകനെതിരെ പരാതി നൽകിയ ശേഷമാണ് തന്നെ സമീപിച്ചതെന്നും S രാജേന്ദ്രൻ പറഞ്ഞു. എൻ്റെ അടുത്ത് തന്നെ ഏതാണ്ടൊക്കെ ആ കാലഘട്ടത്തിൽ ഒരു 4-5 പെൺകുട്ടികൾ പരാതിയായിട്ട് വന്നു. പക്ഷേ അപ്പോൾ ചന്ദ്രൻ എന്നും പറഞ്ഞ ഒരു പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു. അങ്ങേരോട് ഞാൻ വിളിച്ചു പറയും, ഇങ്ങനെ കോളേജിൽ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, അങ്ങനെയാണെങ്കിൽ അന്വേഷിച്ചിട്ട് നിങ്ങൾ PTA ഭാഗമായിട്ട് നടപടിയെടുക്കണം, അധ്യാപകനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൽ അറിയിക്കണം എന്നെല്ലാം അന്ന് അവരോട് ആവശ്യപ്പെടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരോട് നിർബന്ധിച്ച് പരാതി വേണോ, കൊടുക്കുന്നുണ്ടോ, കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ പരാതി കൊടുത്തു, പക്ഷേ അത് വേണ്ട തരത്തിൽ നടപടിയിലേക്ക് ആകുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ശരി ഞാനത് അന്വേഷിക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പാലക്കാട് അലനല്ലൂരിൽ സംഘർഷത്തിനിടെ യുവാക്കൾ കത്തിവീശിയ സംഭവത്തിൽ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. 40ഓളം വരുന്ന സംഘം 5 യുവാക്കളെ മർദ്ദിക്കാനെത്തുന്ന ദൃശ്യമാണ് പുറത്തുവന്നത്. സംഘം കാർ തകർക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഇക്കഴിഞ്ഞ 31-ാം തീയതി രാത്രിയാണ് സംഭവം നടന്നത്. മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് യുവാക്കൾ പറയുന്നത്. എന്നാൽ ആരോപണം പച്ചക്കള്ളമെന്നും ലഹരി സംഘമാണ് കാർ വാഷിംഗ് സെന്ററിന് സമീപത്ത് തമ്പടിച്ചതെന്നുമാണ് മുസ്ലിം ലീഗിന്റെ വിശദീകരണം. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. അമേരിക്കയ്ക്കുള്ള മറുപടിയും ശക്തിപ്രകടനവുമായി ചൈനയുടെ വിക്ടറി ദിന പരേഡ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും ഉൾപ്പെടെ 26 ലോക നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. റഷ്യയിൽ നിന്ന് കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ. ചർച്ചകൾ ആരംഭിച്ചെന്ന് റഷ്യൻ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട്. ഇന്ത്യൻ നീക്കം അമേരിക്കയുടെ തീരുവ പ്രഹരത്തിനിടെ. രാഹുൽ മാങ്കുട്ടത്തിൽ MLAക്കെതിരായ ലൈംഗികാരോപണ പരാതിയിൽ മൊഴിയെടുപ്പ് പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച്. പരാതി നൽകിയവരിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചു. ഇരകളെ കണ്ടെത്തി മൊഴിയെടുക്കാനുള്ള നടപടിയും തുടങ്ങി. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ആയിഷ റഷ്യയുടെ മരണത്തിൽ ബഷീറുദ്ദീന് പങ്കുള്ളതായി പോലീസ് കണ്ടെത്തിയിരുന്നു. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളം കയറി. ബാവലിപ്പുഴ കരകവിഞ്ഞൊഴുകി. തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം. പത്തനംതിട്ട കോന്നി പുതുവേലിപ്പടിയിൽ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മൂന്നാറിൽ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ. ഓണം പൂജകൾക്കായി ശബരിമല നട തുറന്നു. സെപ്റ്റംബർ 7 രാത്രി 8:50 പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കും. മഞ്ഞുമ്മൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സൗബിൻ ഷാഹിറിന് വീണ്ടും തിരിച്ചടി. വിദേശയാത്രയ്ക്ക് അനുമതി നിഷേധിച്ച മാജിസ്ട്രേറ്റ് കോടതി ഉത്തരവിന് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചില്ല. RSS നിയന്ത്രണത്തിലുള്ള പാലക്കാട് വടക്കത്തറയിലെ വ്യാസ വിദ്യാപീഠം സ്കൂൾ വളപ്പിൽ നിന്ന് ഉഗ്രസ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ കേസിൽ നിർണായക വഴിത്തിരിവ്. അറസ്റ്റിലായ സുരേഷിന്റെ വീട്ടിൽ നിന്ന് കൂടുതൽ സ്ഫോടക വസ്തുക്കൾ പോലീസ് കണ്ടെടുത്തു. സുരേഷ് RSS BJP പ്രവർത്തകരെന്ന് CPIM കോൺഗ്രസും ആരോപിച്ചു. എന്നാൽ സുരേഷുമായി ഒരു ബന്ധവുമില്ല എന്നാണ് BJPയുടെ വാദം. കേസിൽ അറസ്റ്റിലായ നൌഷാദ്, ഫാസിൽ എന്നിവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരേഷിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 24 ഇലക്ട്രിക് ഡിറ്റനേറ്ററും 12 സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയത്. സുരേഷ് BJPയുടെയും RSSന്റെയും സജീവ പ്രവർത്തകനാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു. BJPയുടെ മണ്ഡലം പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വീടിന്റെ നേരെയുള്ള വീടാണ് ഇപ്പോ ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സുരേഷിന്റെ വീട്. ഇപ്പോ BJPയുടെയും RSSന്റെയും സജീവ പ്രവർത്തകനായിട്ടുള്ള സുരേഷിന് ഇപ്പോ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇതിലൂടെ മനുഷ്യജീവനുകൾക്ക് അപകടമുണ്ടാക്കുന്ന ഒരു ഭാവി പ്രവർത്തനവും
അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പോലീസ് കൂടുതൽ അന്വേഷണം നടത്തണമെന്നും സുരേഷിന് BJP ബന്ധമെന്നും DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. 100% ആ ചുറ്റുപാടും അതുപോലെ തന്നെ സ്കൂൾ കൈകാര്യം ചെയ്യുന്നൊക്കെ BJP RSSകാർ ബന്ധമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ബോംബ് ഇങ്ങനെ ഉണ്ടാക്കാൻ കാരണം എന്താണ്, അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അത് കൊണ്ടുവരാനുള്ള ലക്ഷ്യം എന്താണ്? ആരോപണം അടിസ്ഥാനരഹിതമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ. ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഏത് തരത്തിലുള്ള അന്വേഷണം നടന്നാലും ഞങ്ങൾക്ക് അതിൽ ആശങ്കയില്ല. കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. കേസിൽ 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. 24 പാലക്കാട്. ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്ക്. പാലക്കാട് കഞ്ചിക്കോട് കഞ്ചാവ് വലിക്കാൻ ബീഡിക്കായി കട കുത്തിത്തുറന്ന് മോഷണം. ഒരാളെ വാളയാർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത്തവണ ഓണസദ്യ സർക്കാരിന്റെ ചെലവിലെന്ന് പ്രതിയുടെ പ്രതികരണം. ഓണം അങ്ങനെയൊന്നുമില്ല. ഈ പ്രാവശ്യം ഓണം കുറച്ച് ദുരിതമാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഒപ്പം ഓണം ആഘോഷിക്കാമെന്നൊരു തീരുമാനം, അത്രേ ഉള്ളൂ. ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, കഞ്ചാവ് വലിക്കാൻ ബീഡിക്കായി ഒരു കട കുത്തിത്തുറന്നു, അതിനുശേഷം ഇത്തരത്തിലൊരു പ്രതികരണം. ആരാണ് ഈ വിരുദ്ധൻ? ശങ്കർ എന്നാണ് പ്രതിയുടെ പേര്, പ്രജിൻ. അതായത് കഴിഞ്ഞ ദിവസമാണ് കഞ്ചിക്കോട്ടെ ഈ ആശുപത്രി ജംഗ്ഷനിൽ ഇത്തരത്തിൽ പലചരക്ക് കട കുത്തിത്തുറന്നത്. പ്രതി പറയുന്നത് കഞ്ചാവ് വലിക്കാൻ വേണ്ടി ബീഡിക്കായി ഒരു മോഷണം നടത്തിയെന്നാണ്. ഈ കടയിൽ നിന്ന് അല്ലറ ചില്ലറ പൈസയും മോഷണം പോയിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. പക്ഷേ CCTVകളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾക്ക് മുൻ മോഷണ കേസുകളുണ്ട്, അല്ലെങ്കിൽ മറ്റു പല കേസുകളുണ്ട്. അങ്ങനെ ഈ ശങ്കറാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെ തന്നെ പോലീസ് പിടികൂടി. അപ്പോഴാണ് ഈ ഒരു പ്രതികരണം നടത്തിയത്. സർക്കാരിന്റെ ചെലവിലാണ് ഇത്തവണത്തെ ഓണമെന്ന്. പ്രതി ചില്ലറക്കാരനല്ല. ശ്രീകുമാരനാണ് പാലക്കാട് വിശദാംശങ്ങൾ നൽകിയത്. ഗോപു നന്ദിലത്ത് ജി മാർട്ടിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി നന്ദിലത്ത് ജി മാർട്ട് അത്തം പത്തോണം ലഖ്പതി ഓഫർ 8ാം ദിവസത്തെ വിജയിയെ നറുക്കെടുപ്പിലൂടെ പ്രഖ്യാപിച്ചു. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിലാണ് നന്ദിലത്ത് ജി മാർട്ട് അത്തം പത്തോണം ലഖ്പതി നറുക്കെടുപ്പ് നടത്തുന്നത്. 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് വിജയിക്ക് ലഭിക്കുക. വാടനപ്പള്ളി സ്വദേശി രജീഷ് KK ആണ് 8ാം ദിവസത്തെ വിജയി. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.